കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്ന അമ്മമാർ അടക്കം മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരെ പൊരിവെയിലത്ത് നിർത്തി മണ്ണാർക്കാട് നഗരസഭ. ബസ് സ്റ്റാൻഡിലെ ശുചിമുറിക്ക് മുൻപിലെ ഷെഡ് പൊളിച്ചതാണ് യാത്രക്കാർക്ക് ദുരിതമായത്. ശുചിമുറിയോട് ചേർന്ന് മലിനജല സംഭരണ പ്ലാന്റ് നിർമ്മാണത്തിനായാണ് ഷെഡ് പൊളിച്ചതെന്ന് നഗരസഭാ സെക്രട്ടറി. പൊള്ളുന്ന ചൂടിൽ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർക്ക് ബസ്സിൽ കയറണമെങ്കിൽ പൊരിവെയിൽ കൊള്ളണം. ബസ് സ്റ്റാൻഡിൽ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ബസ്സുകൾ നിർത്തുന്നത് ശുചിമുറിയുടെ ഭാഗത്താണ്. കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മുൻവശത്ത് ബസ്സുകൾ നിർത്തിയിടുന്നത് കാരണം സ്റ്റാൻഡിൽ വന്നു പോകുന്ന ബസ്സുകൾ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇരിക്കുന്നവർക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത് ശുചിമുറിയുടെ ഭാഗത്താണ്. ഇവിടെയുള്ള ഷെഡാണ് നഗരസഭ പൊളിച്ചത്. ശുചിമുറിയുടെ ടാങ്ക് നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന സ്ഥിതിയുണ്ട്. ഇതിന് പരിഹാരമായി 25 ലക്ഷം രൂപ ചെലവിൽ മലിനജല ശുചീകരണ പ്ലാന്റ് നിർമ്മിക്കാനായാണ് ഷെഡ് പൊളിച്ചതെന്നാണ് നഗരസഭയുടെ വിശദീകരണം. പ്ലാന്റ് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് പൂർത്തിയാകാൻ മാസങ്ങളെടുക്കും. അത്രയും കാലം യാത്രക്കാർ പൊരിവെയിൽ കൊള്ളേണ്ട സ്ഥിതിയാണ്. നിലവിൽ കടകളുടെ മുൻവശങ്ങളിലും മറ്റുമാണ് നിൽക്കുന്നത്. എല്ലാ ബസ്സുകളും നഗരസഭയുടെ കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുമ്പിൽ വന്ന് പോകുന്നതിന് വഴിയൊരുക്കുകയോ അല്ലെങ്കിൽ യാത്രക്കാർ ഇപ്പോൾ കാത്തുനിൽക്കുന്നിടത്ത് താൽക്കാലിക ഷെഡ് നിർമ്മിക്കുകയോ വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.